ഒരു ഗ്രാമത്തിലെ വിറക് വ്യാപാരിയുടെ കീഴിൽ കഠിനാധ്വാനിയായ ഒരു മരം വെട്ടുകാരൻ ഉണ്ടായിരുന്നു. അദ്ദേഹം എല്ലാ ദിവസവും കുറേയേറെ മരം വെട്ടുമായിരുന്നു. എന്നാൽ ഓരോ ദിവസവും ചെല്ലുന്തോറും അദ്ദേഹം വെട്ടുന്ന മരത്തിൻ്റെ അളവ് കുറഞ്ഞു വരാൻ തുടങ്ങി. ഇതുമൂലം സ്വാഭാവികമായും മരം വെട്ടുകാരൻ്റെ കൂലിയിലും കുറവ് സംഭവിച്ചു. മരം വെട്ടുകാരൻ വ്യാപാരിയോട് ചോദിച്ചു, ഞാൻ എല്ലാ ദിവസത്തെയും പോലെയും ഇന്നും വിശ്രമമില്ലാതെയാണ് മരം വെട്ടിക്കൊണ്ടിരിക്കുക, എന്നിട്ട് എന്താ എനിക്ക് കൂലി കുറയ്ക്കുന്നത് എന്ന്. അപ്പോൾ വ്യാപാരി പറഞ്ഞു, നീ കഠിനാധ്വാനം ചെയ്യുന്നുണ്ടാകും, എന്നാൽ നീ വെട്ടുന്ന മരത്തിൻ്റെ അളവ് കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ട്. നീ കൂടുതൽ മരം വെട്ടിയാൽ കൂടുതൽ കൂലി നിനക്ക് കിട്ടും എന്ന് വ്യാപാരി മരം വെട്ടുകാരനോട് പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പുതിയൊരു മരം വെട്ടുകാരൻ വ്യാപാരിയുടെ അരികിലേക്ക് വരുന്നത്. അങ്ങനെ അടുത്ത ദിവസം പുതിയൊരു മരം വെട്ടുകാരനും കൂടെ ഉണ്ടായിരുന്നു മരം വെട്ടാനായിട്ട്. അന്നത്തെ ദിവസം ജോലി കഴിഞ്ഞ് കൂലി മേടിക്കാനായിട്ട് പഴയ മരം വെട്ടുകാരൻ ചെന്നപ്പോൾ അന്നും അദ്ദേഹത്തിന് കൂലി വളരെ കുറവായിരുന്നു. ഇന്ന് വന്ന അവന് എന്നേക്കാൾ കൂലി കൊടുക്കാൻ എന്താണ് കാരണമെന്ന് പഴയ മരം വെട്ടുകാരൻ വ്യാപാരിയോട് തിരക്കി. അപ്പോൾ വ്യാപാരി പറഞ്ഞു, നീ അവൻ വെട്ടിയ മരം ഒന്ന് നോക്കൂ, നീ വെട്ടിയതിനേക്കാൾ കൂടുതൽ മരം അവൻ വെട്ടിയിട്ടുണ്ട്, അതുകൊണ്ടാണ് അവന് കൂടുതൽ പണം കൊടുത്തത്. നീ കൂടുതലായി വെട്ടിയാൽ നിനക്കും കൂടുതൽ പണം കിട്ടും. അങ്ങനെ അടുത്ത ദിവസവും ഇത് തന്നെ സംഭവിച്ചു. വീണ്ടും വ്യാപാരിയുടെ അടുത്തേക്ക് പഴയ മരം വെട്ടുകാരൻ പരാതിയുമായി ചെന്നു. വ്യാപാരി അദ്ദേഹത്തോട് പറയും, നീ അവനോട് തന്നെ ചോദിക്കൂ എന്തുകൊണ്ടാണ് അവന് ഇത്രയും അധികം മരം വെട്ടാൻ കഴിയുന്നതെന്ന്. അങ്ങനെ പുതിയ മരം വെട്ടുകാരനോട് എങ്ങനെ കൂടുതൽ മരം വെട്ടുന്നു എന്ന് ചോദിക്കാൻ പഴയ മരം വെട്ടുകാരൻ തീരുമാനിച്ചു. പഴയ മരം വെട്ടുകാരൻ പറഞ്ഞു, ഞാൻ നിന്നെപ്പോലെ വെറുതെ ഇരിക്കുന്നില്ല, വിശ്രമമില്ലാതെ തുടർച്ചയായി ഞാൻ മരം വെട്ടുന്നു. എന്നിട്ടും എന്താണ് എനിക്ക് നിന്നെപ്പോലെ കൂടുതൽ മരം വെട്ടാൻ കഴിയാത്തത് എന്ന് പഴയ മരം വെട്ടുകാരൻ പുതിയ മരം വെട്ടുകാരനോട് ചോദിച്ചു. അപ്പോൾ പുതിയ മരം വെട്ടുകാരൻ മറുപടി പറഞ്ഞു, നിങ്ങൾ നോക്കുമ്പോൾ ഞാൻ വെറുതെ ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത്, എന്നാൽ ഞാൻ എൻ്റെ വിശ്രമവേളയിൽ എൻ്റെ മഴു മൂർച്ച കൂട്ടുന്നുണ്ടായിരുന്നു, അതുകൊണ്ടാണ് എനിക്ക് കൂടുതൽ മരം വെട്ടാൻ സാധിക്കുന്നത്. നീ നിൻ്റെ മഴു അവസാനമായി മൂർച്ച കൂട്ടിയത് എന്നാണെന്ന് പഴയ മരം വെട്ടുകാരനോട് പുതിയ മരം വെട്ടുകാരൻ ചോദിച്ചപ്പോൾ പഴയ മരം വെട്ടുകാരൻ പറഞ്ഞു, ഞാൻ മഴു വാങ്ങിയിട്ട് പിന്നെ ഇതുവരെ മൂർച്ച കൂട്ടിയിട്ടില്ല എന്ന്. പ്രിയ കൂട്ടുകാരെ, ഈ പഴയ മരം വെട്ടുകാരനെ പോലെയാണ് പലരുടെയും ജീവിതം. നിരന്തരം കഠിനാധ്വാനം ചെയ്യുന്നുണ്ട്, പക്ഷേ ഫലമൊന്നും അതിൽ നിന്ന് നേടിയെടുക്കാൻ പലർക്കും സാധിക്കാത്തത് ലക്ഷ്യബോധവും ശ്രദ്ധയും ഇല്ലാത്തത് കൊണ്ടാണ്. ഉയർച്ചയ്ക്ക് വേണ്ടി പഠിക്കാനും വളരാനും തയ്യാറല്ലാത്തത് കൊണ്ടാണ്. വ്യക്തമായ ലക്ഷ്യമില്ലാതെ ഇതുപോലെയുള്ള അവസ്ഥയിലൂടെ നിങ്ങളും കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഇനിയും മാറി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ മേഖലയിൽ കഴിവ് തെളിയിക്കണമെങ്കിൽ നിങ്ങളുടെ മഴു മൂർച്ച കൂട്ടിക്കൊണ്ടേയിരിക്കണം. അതുപോലെയാണ് നമ്മൾ ട്രേഡേഴ്സ്. മാർക്കറ്റിൽ നിന്നും പുതിയ പുതിയ കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ടതും ഗ്രഹിക്കേണ്ടതുമായിട്ടിരിക്കുന്നു. അങ്ങനെ പഠിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ പഴയ മരം വെട്ടുകാരനെ പോലെ ആയിത്തീരും. മാർക്കറ്റിൽ പുതിയ പുതിയ കൺസെപ്റ്റുകൾ എത്രയോ നടന്നുകൊണ്ടിരിക്കുന്നു. പുതിയ പുതിയ ഇൻഡിക്കേറ്റേഴ്സ് എത്രയോ ഓരോ ദിവസവും ചെല്ലുന്തോറും കണ്ടുപിടിക്കപ്പെട്ടിരിക്കുന്നു. പുതിയ പുതിയ സ്മാർട്ട് മണി കൺസെപ്റ്റ്, അതുപോലെ മാർക്കറ്റിൻ്റെ ഓരോ ചലനങ്ങൾക്ക് അനുസരിച്ചിട്ടുള്ള ബിഹേവിയർ മാറിക്കൊണ്ടിരിക്കുന്നു. പുതിയ പുതിയ അൽഗോസ് വരുന്നു. അപ്പോൾ നമ്മൾക്ക് തെറ്റിയത്, ഓരോ ട്രേഡേഴ്സും എവിടെയാണ് തെറ്റുപറ്റുക എന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കി നമ്മളുടെ കഴിവിനെ പരമാവധി ഉപയോഗപ്പെടുത്തി പുതിയ പുതിയ ദിശാബോധങ്ങൾ നൽകി നമ്മൾ ട്രേഡേഴ്സ് മുന്നിലേക്ക് പോയാൽ മാത്രമേ നമുക്ക് കൺസിസ്റ്റൻ്റായി അല്ലെങ്കിൽ സ്ഥിരമായി ഒരു ലാഭമാർജിൻ ഉണ്ടാക്കാനായിട്ട് പറ്റുകയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും പുതിയ മരം വെട്ടുകാരനെ പോലെ നല്ല രീതിയിൽ ട്രേഡിങ്ങിൽ പ്രോഫിറ്റ് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.